നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഹൽവ പോലെ സ്വീറ്റായിട്ടുള്ളൊരു മധുര പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 4 ശർക്കര അടച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നല്ലോണം ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ടിട്ട് ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ബദാം കയ്യിലുണ്ടെങ്കിൽ ബദാമും കൂടെ ഇതേപോലെ ചെറുതാക്കി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബദാം ഉണ്ടായിട്ടില്ല, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ് ചെറുതായി കട്ട് ചെയ്ത് ഇതേപോലെ ആ നെയ്യിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് മൂത്തിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒന്ന് വറുത്ത് ഇതേപോലെ നല്ലോണം കരിഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് വറുത്ത് മൂത്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ പാന് വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് അവലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലോണം കരിഞ്ഞ് പോകേണ്ട, മൂത്ത് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് അതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് അവലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യിൽ തന്നെ ഇട്ടാൽ അതിനാണ് നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളത്. ജസ്റ്റ് അതും കൂടെ വറുക്കാനുള്ള നെയ്യ് ഉണ്ടാവും. അതൊന്ന് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച പഴത്തിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ അവൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേകുന്നത് വരേക്കും ആ റവയും അവലൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. ഒന്ന് തിളച്ച് ഒന്ന് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മളെ പഴം അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മാറ്റി വെച്ചില്ല, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി സിമ്മിലിട്ടിട്ട് തന്നെ ഇളക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് അടി പിടിക്കാത്ത രീതിയിൽ നമുക്കിങ്ങനെ കുഴഞ്ഞ് കിട്ടൂലേ, ആ രൂപത്തിലാവണം. പിന്നെ അപ്പോഴേക്കും നമുക്കതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് അത് മാറ്റി വെക്കാനുള്ള ഒരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ നല്ല കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ വേറൊരു വീഡിയോയുമായിട്ട് പിന്നെ വരുന്നതാണ് കേട്ടോ.